മടങ്ങിയെത്താം. ഇപ്പോൾ ധർമ്മസ്ഥലയിൽ നിന്ന് ശ്രീ ജയന്ത് കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ജയന്ത്, ഇപ്പോൾ ബൈജു പറയുന്ന വിവരങ്ങൾ അനുസരിച്ച് ആളുകൾക്ക് ഇതേപ്പറ്റി സംസാരിക്കാൻ പോലും കഴിയാത്ത സാഹചര്യമുണ്ട്. അവിടെ പോയി ഒന്ന് അന്വേഷിക്കാൻ പറ്റില്ല. പോലീസ് ആണെങ്കിൽ 10 ദിവസത്തോളം അനങ്ങാതെ ഇപ്പോൾ ഒടുവിൽ ഒരു പരിശോധനയിലേക്കൊക്കെ പോയിട്ടുണ്ട്. ഈ സൗജന്യ കേസിനെ പറ്റി ഒരു വീഡിയോ ചെയ്ത ആളെ അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യം വരെ ഉണ്ടായിട്ടുണ്ടല്ലോ. എന്താണ് യഥാർത്ഥത്തിൽ ധർമ്മസ്ഥലയിൽ സംഭവിക്കുന്നത്? ഇതിനു പിന്നിൽ പ്രവർത്തിക്കുന്ന ആ ലോബി അല്ലെങ്കിൽ ആ ഗ്യാങ് എത്രത്തോളം ശക്തമാണെന്ന് നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങൾ വെച്ച് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ അവിടുത്തെ ഒരു ജനവികാരം എന്താണ്? ഇത്രയേറെ സ്ത്രീകൾ ഇല്ലാതെയായിട്ടും എവിടെ പോയെന്ന് അറിയാതെയായിട്ടും അവിടെ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ജനവികാരം ഉയർന്നു വരാതിരുന്നത് ഇത്രയും കാലം? ആദ്യം കേരള മീഡിയക്ക് നമ്മളെ ഈ സൗജന്യ പോരാട്ടക്കാർ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കൊലേന്റെ പ്രശ്നത്തിൽ ന്യൂസ് ചെയ്തവർക്ക് വേണ്ടി ഞങ്ങൾ താങ്ക്സ് പറയുന്നു. എന്നാൽ ഇവിടുത്തെ മീഡിയയിൽ ആരും ചെയ്തില്ല. അവിടെ ചെയ്തിട്ട് ഇത്ര വലിയ ഹൈലൈറ്റ് ആയിട്ടുണ്ട്. അവിടുത്തെ ഒരു ന്യൂസ് ഉദ്യം കൊണ്ട് ഇന്നും SP എല്ലാം ഇന്ന് വലിയൊരു കാര്യത്തിൽ മുമ്പി വന്നിട്ട് ആ ഒരു ആൾ മുമ്പി വന്നതിനെ പുള്ളിനെ കൊണ്ട് കോടതി ഹാജർ ചെയ്ത് സ്റ്റേറ്റ്മെന്റ് എടുത്തോണ്ട്. ഇപ്പൊ എന്താന്ന് പറഞ്ഞെങ്കിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയെന്ന് പറഞ്ഞാലും കർണാടകത്തിലെ ബെൽത്തങ്കാട് താലൂക്ക് ധർമ്മസ്ഥല ഗ്രാമം, ആ ബെൽത്തങ്കാട് പോലീസ് താലൂക്ക, ഈ താലൂക്കിന് സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല. ഇതെന്ന് പറഞ്ഞാൽ ഞങ്ങളാണെങ്കിൽ നമ്മുടെ സംവിധാനത്തിന്റെ അകത്ത് വരുന്നില്ല. ഇത് സെപ്പറേറ്റ് ആണെന്നാ തോന്നുന്നത്. അവിടെ എന്താ പറഞ്ഞാൽ അവിടെ വലിയൊരു മനുഷ്യൻ പറയുന്നത് എന്താ, അത് മാത്രമേ ഉള്ളൂ, അത് തന്നെ കാനൂന്. അവൻ ഇരിക്കാൻ പറഞ്ഞ് ഇരിക്കണം, നിൽക്കാൻ പറഞ്ഞ് നിൽക്കണം. ഓരോ ആൾക്കാർ കാണാതായെങ്കിൽ ഇതിപ്പം കേരളത്തിൽ തന്നെ ഈ അമ്പലത്തിൽ വന്ന് എത്ര പേര് കാണാതായിട്ടുണ്ട്. അങ്ങനെ കാണാതായി പോയി കംപ്ലൈന്റ് കൊടുത്തെന്ന് പറഞ്ഞാൽ പോലീസ് ആദ്യം പറഞ്ഞു വിടുന്നത് ഇത് റേപ്പ് ആൻഡ് മർഡർ ചെയ്തോ അവന്റെ അടുത്ത് തന്നെ പറഞ്ഞു വിടുന്നത്. പിന്നെ പറഞ്ഞു വിട്ട് അവൻ തിരിച്ച് പിന്നെ പുറം ലോകം കാണുകയല്ല. അങ്ങനെ ആയത് കുറെ ഉണ്ട്. ഇവിടെ ആയിക്കൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞെങ്കിൽ കുറഞ്ഞെന്ന് പറഞ്ഞാൽ ഈ ഒരു 15, 16, 18 ഈ രീതിയുള്ള പെൺപിള്ളേരെയാ ഇത് റേപ്പ് ആൻഡ് മർഡർ ചെയ്യുന്നത്. എവിടെയെങ്കിലും അമ്പലത്തിലെന്ന് പറഞ്ഞ് ഇപ്പം കേരളത്തിൽ നിന്നാവട്ടെ കർണാടക വേറെ രാജ്യത്ത് നിന്ന് അവിടെ വന്നിട്ട് അവിടെ തന്നെ ലോഡ്ജ് ഉണ്ട്. അവിടെ തന്നെ ലോഡ്ജ്. ആ ലോഡ്ജ് എങ്ങനെ റൂം എടുത്ത് നിൽക്കുമെന്ന് പറഞ്ഞെങ്കിൽ അവർക്ക് ആ കൊച്ചിനെ വേണമെന്ന് പറഞ്ഞാൽ അവർക്ക് വേലേ വേണം. അവർ ബലാത്കാരം ചെയ്യുമ്പോൾ എങ്ങാനോ അവർക്ക് ഓപ്പോസിറ്റ് എങ്ങനെ ചെയ്തെന്ന് പറഞ്ഞാൽ അവരെയും കൊലയും. ഇതാ ഇവിടെ നടന്നുകൊണ്ടിരുന്നത്. ഇപ്പൊ എന്താന്ന് പറഞ്ഞെങ്കിൽ ദക്ഷിണ കന്നഡ ജില്ലയിലെ SP വന്നുകൊണ്ട് എല്ലാവർക്കും ഒരു ധൈര്യമായി. ആ SP ഈ സ്റ്റേറ്റ് ലെവലിനകത്ത് നമ്പർ 1 SP ആ പുള്ളി കാനൂൻ ചൗക്കത്തിൽ ജോലി ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് ഇത്ര ധൈര്യമായിട്ട് ഞങ്ങളെ മഹേഷണ്ണൻ, ഗിരീഷണ്ണൻ എന്ന് പറഞ്ഞ പോരാട്ടക്കാരുടെ ഇതിനുള്ള 13 വർഷം കൊണ്ട് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതായിരുന്നു. അവർ മുമ്പിൽ നിന്നിട്ട് ഈ പണികളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇത് ഈ ധർമ്മസ്ഥല ക്ഷേത്രാധികാരിക്കെതിരെ തന്നെയാണോ ആരോപണങ്ങളൊക്കെ ഉയരുന്നത്? അത്രയും ശക്തനായ അങ്ങനെ ഒരാൾ ഉള്ളത് കൊണ്ടാണോ ഇതിനെതിരെ പറയാൻ പോലും ആളുകൾ പേടിച്ചിരുന്നത് ഇത്രയും കാലം? അതെ, അയാൾക്കുള്ള ഓപ്പോസിറ്റ് തന്നെ പുള്ളി എന്ന് പറഞ്ഞാൽ പാർലമെന്റ് MP രാജ്യസഭാ സദസ്യം എന്ന് പറഞ്ഞില്ല, രാജ്യസഭാ സദസ്യനെ പുള്ളിന്റെ വിരുദ്ധമായിട്ട് നമുക്കൊന്നും കാര്യം പറയാൻ പറ്റിയല്ല. പറയുമെന്ന് പറഞ്ഞാൽ അന്നേരം കോർട്ട് നോട്ടീസ് അയച്ചിട്ട് നമുക്കെല്ലാം മാനഹാനിക കേസുണ്ടല്ലോ, ആ കേസ് ഇടുന്നത്. ഇപ്പൊ എന്റെ പേരിൽ തന്നെ 2.5 കോടി ഇട്ടിട്ടുണ്ട്. ഞങ്ങൾ പോരാട്ടക്കാരുടെ പേരിലെല്ലാം ടോട്ടലായിട്ട് ഒരു 70 കോടി മാനഹാനിക കേസ് ഇട്ടിട്ടുണ്ട്. ഞങ്ങൾക്ക് മിണ്ടാൻ പറ്റിയല്ല, മീഡിയ മുമ്പിൽ കാര്യം പറയാൻ പറ്റിയല്ല, പുറത്തിറങ്ങി നടക്കാൻ പറ്റിയല്ല. ഞങ്ങൾക്ക് പറഞ്ഞാൽ അത്ര പേടിച്ച ജീവിക്കാൻ നടക്കണം, എന്നാൽ മാത്രമേ ഇതിനെ ഫൈറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. എന്നാൽ നമ്മളെല്ലാം എല്ലാം ജീവിതത്തിന് ആശ വിട്ടിട്ട് നമ്മൾ പുറത്ത് വന്നേക്കുന്നതാ. എന്റെ സഹോദരിയ പത്മലത 1987 ഇവർ കൊണ്ടുപോയിട്ട് മർഡർ ചെയ്തത്. അതെന്ന് പറഞ്ഞാൽ അവരുടെ കുടുംബം എന്ന് പറഞ്ഞെങ്കിൽ അവർ ഇലക്ഷനിൽ നിന്നായിരുന്നു, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് ഇലക്ഷനിൽ നിന്നായിരുന്നു. അതുമല്ല വേറൊരു സ്ഥലത്തിന്റെ പ്രശ്നത്തിന് ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് പുറത്തു വരാനായിട്ട് നാമപത്രം കൊടുത്തുനിന്ന് പുറത്തു വരാനായിട്ട് ആ ഒരു കൊച്ചിനെ കൊണ്ടുപോയിട്ട് 56 ദിവസം കഴിഞ്ഞിട്ടാണ് ബോഡി കിട്ടിയത്. ഇവരെ കൊണ്ടുപോയെല്ലാം അവിശ്വസനീയമായിട്ട് തോന്നുന്നുണ്ട്. കാരണം ഇന്ത്യ ഈ പറഞ്ഞതുപോലെ ഇന്ത്യയിൽ സ്വാതന്ത്ര്യം കിട്ടിയതൊന്നും അങ്ങോട്ടേക്ക് എത്തിയിട്ട് പോലും ഇല്ല. അതായത് ഇപ്പൊ നമ്മൾ വിവരാവകാശ നിയമപ്രകാരം നമ്മുടെ കയ്യിൽ കിട്ടിയ രേഖകളിൽ 2001 മുതലുള്ള കണക്കുകളേ ഉള്ളൂ. ഇപ്പൊ പറഞ്ഞത് 87 കാര്യമാണ്. അപ്പൊ ഇത് ഏത് കാലത്ത് തുടങ്ങിയിട്ടുണ്ട് ഇങ്ങനെ സ്ത്രീകൾ നിന്ന നിൽപ്പിൽ കാണാതാവുക, കൊല്ലപ്പെടുക എന്നൊക്കെ പറയുന്നത്? ഈ ധർമ്മസ്ഥലയിൽ ഏത് സമയം മുതൽ തുടങ്ങിയിട്ടുണ്ട്? ഇത് അതല്ലേ പറഞ്ഞു, നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയില്ല. ഇവിടെ ഈ ഒരു ഗ്രാമത്തിന് കിട്ടിയിട്ടില്ല, ആർക്കും മിണ്ടാൻ പറ്റിയല്ല. അന്ന് തുടങ്ങി ഇവര് ഈ അമ്പലത്തിന്റെ ഇത് തുടങ്ങി അന്ന് തുടങ്ങി ഇത് തന്നെ പരിപാടി. പിന്നെ പണ്ടെന്ന് പറഞ്ഞാൽ എന്താ വെച്ചെങ്കിൽ പ്രായമായ അവിടെ വന്നിട്ട് പെൺപിള്ളേരെങ്കിലും പ്രായമായെങ്കിൽ അവിടെ വിട്ടുപോകണമെന്ന്. അങ്ങനെയല്ല, അവിടെ വന്നു കഴിഞ്ഞ് പ്രായമായ പിള്ളേർ വന്ന് അവർ വേണമെന്ന് പറഞ്ഞാൽ വിട്ടുപോകണം. അതാത് പ്രായമായ പിള്ളേരെ അല്ല വേണ്ടത്. അവിടെ അവർക്ക് കൈ ചൂണ്ടി കാണിച്ചാൽ അവരെ വേണം. അവിടെ എങ്ങനെ ഗ്യാങ് എന്ന് പറഞ്ഞെങ്കിൽ ഒന്ന് വലിയ ധർമാധികാരി ലെവലിൽ ഒരു ഗ്യാങ് ആണെങ്കിൽ അവന്റെ അനിയന്റെ ലെവലിൽ ഒരു ഗ്യാങ്, ആട്ടോക്കാരുടെ ഒരു ഗ്യാങ്, ലോഡ്ജിലെ മാനേജർമാരുടെ ഒരു ഗ്യാങ്, അവിടുത്തെ വർക്കർമാരുടെ ഒരു ഗ്യാങ്, ഇങ്ങനെ ഗ്യാങ് ആയിട്ടുള്ളത്. ഈ വലിയ തെറ്റ് ചെയ്യുമ്പം പിന്നെ താഴത്തോലും തെറ്റ് ചെയ്യാമല്ലോ.
ഈ ഒരു ഗ്യാങ് ആയിട്ട് വലിയ പ്രവർത്തനം ചോദിക്കും. ഞങ്ങൾ പറഞ്ഞ ഒരു എന്റെ കണക്കിന് ഒരു ഉഗ്രാമികൾ എന്ന് പറഞ്ഞാൽ ഈ അത്യാಚಾರ റേപ്പ് ആൻഡ് മർഡർ രീതിയിലെ ഉഗ്രാമി കേന്ദ്രമാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനെ. ഇപ്പോ ഈ പോലീസും ഇവരുടെ സ്വാധീനത്തിൽ തന്നെയാണ് ഉള്ളത്. അതുകൊണ്ടാണോ ഇങ്ങനെ ഒരു വലിയ വെളിപ്പെടുത്തൽ? ഇപ്പോൾ നമ്മൾ കേരളത്തിലൊക്കെ കണ്ടിട്ടുള്ളത് ഒരു കത്ത് കിട്ടിയാൽ പോലും അതിന്മേൽ ഒരു വലിയ അന്വേഷണം നടത്തി അതിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിക്കുന്നതൊക്കെയാണ് ഞങ്ങൾ ഇതുവരെ കണ്ട് ശീലിച്ചിട്ടുള്ളത്. പക്ഷേ ഇത്ര വലിയൊരു വെളിപ്പെടുത്തൽ, നൂറുകണക്കിന് സ്ത്രീകളെ, ബലാത്സംഗത്തിനിരയായ സ്ത്രീകൾ കൊല്ലപ്പെട്ട അവരെ ഞാൻ കുഴിച്ചു മൂടി എന്ന് ഒരാൾ വന്ന് പറഞ്ഞിട്ട് പോലും അതിലൊരു അന്വേഷണവും ഉണ്ടാവുന്നില്ല. അവസാനം ഈ മാധ്യമ വാർത്തകളൊക്കെ വന്ന് എല്ലാവരും ഇതേപ്പറ്റി സംസാരിച്ചു തുടങ്ങുമ്പോഴാണ് ഇപ്പോ അതും ആദ്യത്തെ ദിവസത്തെ പരിശോധനയിൽ തന്നെ ഒരു തലയോട്ടി കിട്ടുകയാണ്. അപ്പം അത് ഏതാണ്ട് എന്തോ വലിയ ആ മണ്ണിനടിയിൽ മറിഞ്ഞിരിക്കുന്ന വലിയ രഹസ്യങ്ങളുടെ തുടക്കം മാത്രമാണ്. ഇത് തലയോട്ടി എന്ന് പറഞ്ഞാൽ ഇവർക്കറിയാം, സാക്ഷിയായിട്ട് കൊണ്ട് കൊടുത്തില്ലെങ്കിൽ ഇവർ കള്ളമെന്ന് പറയുമല്ലോ. അതിനു വേണ്ടിയിട്ട് തന്നെ പുള്ളി തന്നെ തലയോട്ടി മാന്തി എടുത്തത്. ഞങ്ങൾ പറഞ്ഞു ഇത് ഒരു വർഷം ബാക്ക് ഞങ്ങൾ ഡൽഹിയിലും പോയാലും സമരം ചെയ്യാനായിട്ട് പ്രധാനി അറിയിട്ടെന്ന് പറഞ്ഞിട്ട് പ്രധാനി അറിയുന്നില്ല, ഓപ്പോസിറ്റ് കോൺഗ്രസ് പാർട്ടികളെ അറിയുന്നില്ല, ഒരു മനുഷ്യനെ അറിയുന്നില്ല. ഇവർ അറിഞ്ഞിട്ടും മിണ്ടാതിരിക്കുക എന്ന് പറഞ്ഞെങ്കിൽ ഈ ഒരു ടീമിന്, ഈ ഒരു ധർമ്മസ്ഥ പ്രഭാവി വ്യക്തിക്ക് ഇടീ ദേശം എന്ന് പറഞ്ഞാൽ രാജ്യമേ പർച്ചേസ് ചെയ്യാനുള്ള പവറുണ്ട്. അവര് പറഞ്ഞ പോലെ നിൽക്കുന്നത്, അത്ര കാശുണ്ട്, അത്ര റൗഡിസമുണ്ട്. പോലീസിലാക്കാവട്ടെ, ഇലാക്കാവട്ടെ, രാജ്യക്കാവട്ടെ, എല്ലാം അവരുടെ സൈഡിലാ. പാവപ്പെട്ടവർക്ക് വേണ്ടി ഒരു കാനൂനും ഇല്ല. എല്ലാ കാനൂനും അവർക്ക് വേണ്ടി മാത്രമേ ഉള്ളൂ. ഞാൻ വരാം. ബൈജു അവിടെ പോയി നേരിട്ട് അന്വേഷിക്കുമ്പോൾ ഇപ്പോൾ ജയന്ത് പറയുന്നതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളാണ് ഇതൊക്കെ. അവരെത്രയോ വർഷമായി ഇതിന്റെ പിന്നാലെ നടന്ന് ജീവൻ പോലും പണയപ്പെടുത്തി പോരാട്ടം നടത്തുന്ന മനുഷ്യന്മാരാണ്, സാധാരണക്കാരാണ്. അവനവന്റെ വീട്ടിലെ വിലപ്പെട്ട ജീവനുകൾ പോയതിൽ വേദനയുള്ളവരാണ്. അവിടെ പൊതുജനങ്ങൾ, അങ്ങനെ ഒരു വിഭാഗമില്ലേ? ഇപ്പൊ ഈ പറയുന്ന ഗ്യാങ്ങുകൾക്ക് പുറമെ സാധാരണ മനുഷ്യന്മാർ എന്ന് പറയുന്ന വിഭാഗമില്ലേ? അവിടെ രാഷ്ട്രീയക്കാരില്ലേ? ശ്രീജ, ഇതിൽ പൊതുജനങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ശബ്ദിക്കാൻ കഴിയാത്ത രീതിയിലാണ് ഇവരുടെ ശക്തി. അത്രത്തോളം വലിയ സ്വാധീനമുള്ള ഒരു വിഭാഗമാണ് ഇവർ. ആ രീതിയിലാണ് ഇവർ കൈകാര്യം ചെയ്യുന്നത്. നമ്മളോടിപ്പം സംസാരിച്ച ജയന്ത്, അദ്ദേഹവുമായി ഞാൻ ഇന്നലെ സംസാരിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ സഹോദരി ഇത്തരത്തിൽ അതിക്രൂരമായി കൊല ചെയ്യപ്പെട്ടിരിക്കുന്നു. ഈ സഹോദരിയുടെ 2 കാലും കൈയും കെട്ടിയിട്ട നിലയിലായിരുന്നു മൃതദേഹം ലഭിച്ചത് 56 ദിവസത്തിന് ശേഷം. പക്ഷേ പോലീസ് അത് ആത്മഹത്യയാണ് അതിൽ എഫ്ഐആറിൽ എഴുതിയിട്ടുള്ളത്. അതായത് കൈയും കാലും കെട്ടിയിട്ട രീതിയിൽ സ്കെൽട്ടൻ മാത്രമാണ് ഇവർക്ക് നേത്രാവതി പുഴയിൽ നിന്നും മൃതദേഹം കിട്ടിയത്. ആ കുട്ടി പഠനത്തിന് പോയൊരു കുട്ടിയായിരുന്നു. ആ കുട്ടി തിരിച്ച് വീട്ടിലേക്ക് എത്താത്ത ഒരു സാഹചര്യം വന്നു. 56 ദിവസം കഴിഞ്ഞപ്പോൾ ഈ പിതാവിന് തിരിച്ചറിയാൻ കഴിഞ്ഞത് കയ്യിലുണ്ടായിരുന്ന ഒരു റിസ്റ്റ് വാച്ച്, പിതാവ് സ്നേഹത്തോട് നൽകിയ ആ റിസ്റ്റ് വാച്ച്, ആ വാച്ചാണ് അവർക്ക് ഇത് തിരിച്ചറിയാൻ സാധിച്ചത്. അതിൽ ആത്മഹത്യ എന്നാണ് പോലീസ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇത്തരത്തിലാണ് കാര്യങ്ങൾ. പോലീസിന്റെ ഒത്താശയോട് കൂടിയായിരുന്നു ഇത്രയും നാൾ ഇത്രയും സംഭവം നടന്നതെന്ന് അങ്ങനെയെങ്കിൽ വിശ്വസിക്കേണ്ടി വരും. ഇതിൽ ഏറ്റവും പ്രധാനം, ഇനി വളരെ നിർണായകമാവുക ഈ ശുചീകരണ തൊഴിലാളിയുടെ ഈ വെളിപ്പെടുത്തൽ. അതിന്റെ അടിസ്ഥാനത്തിൽ കോടതി ഇപ്പോൾ വളരെ കർശനമായി പോലീസിന് 4 ദിവസത്തെ സമയം നൽകിയിരിക്കുന്നു. അതായത്